കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. പൗലോസിന്റെ ജീവിതത്തിൽ കർത്താവ് അവനെ ശക്തീകരിച്ച ഏതൊക്കെ നിലയിലാണ് തന്നെ ശക്തീകരിച്ചതും താൻ വിളംബരം ചെയ്തത് ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. എന്തുകൊണ്ട് പൗലോസ് സകല വിഷയത്തിലും പ്രതിസന്ധികൾ വന്നിട്ടും മതിയായവനാകുന്നു എന്ന് ഉറച്ച് ധൈര്യത്തോടെ പറഞ്ഞത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. യേശു അവനെ ശക്തനാക്കുന്നത് കൊണ്ടാണ് പൗലോസിനെ ശക്തീകരിച്ചത് എന്ന് നമ്മൾ ചിന്തിപ്പാൻ ഇടയായി. ഇന്ന് അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ഭാഗം ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇന്നലെ വായിച്ച കുറിവാക്യം തന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഒരു ക്രിസ്തു ഭക്തൻ ശക്തീകരിക്കപ്പെടണമെങ്കിൽ, ശക്തനാകണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്താലാണ് നമ്മൾ ശക്തീകരിക്കപ്പെടുവാൻ ഇടയാകും? ഇന്നത്തെ മനുഷ്യരെല്ലാം നിസാര വിഷയത്തിൽ തളർന്നു പോകുന്നവരാണ്. നമ്മൾ കണ്ടിട്ടില്ലേ, തൊട്ടാവാടി ചെടി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ആ ചെടിക്ക് പറയുന്ന പേരാണ് തൊട്ടാവാടി ചെടി എന്ന് പറഞ്ഞാൽ തലയെടുത്ത് നല്ല നിലയിൽ ആരോഗ്യത്തോടെ നിൽക്കുന്ന കാണാൻ കഴിയും. നമ്മളൊന്ന് തൊട്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ ഇത് പെട്ടെന്ന് വാടി ഈ ഇലയെല്ലാം കൂടെ താണ് ഇങ്ങനെ വാടി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാം മുറ്റത്തും പറമ്പത്തും ഒക്കെ ഉണ്ടാകുന്ന ഒരു മുള്ളുള്ള ഒരു ചെടിയാണ് തൊട്ടാവാടി ചെടി. പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതേപോലെയാണ്. നിപ്പ് കണ്ടാൽ ഒരു കുഴപ്പമില്ല, പോക്ക് കണ്ടാൽ ഒരു കുഴപ്പമില്ല, വീട് കണ്ടാൽ ഒരു കുഴപ്പമില്ല, കാറ് കണ്ടാൽ ഒരു കുഴപ്പമില്ല, വസ്ത്രം കണ്ടാൽ ഒരു കുഴപ്പമില്ല, ചിരി കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ ചില വിഷയത്തിൽ തൊട്ട് കഴിയുമ്പോൾ നിരാശപ്പെട്ട് കരുവാളിച്ച മുഖവുമായി മ്ലാനത പിടിച്ച് പട്ടിണി കിടന്ന് അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനായല്ലോ, ഞാൻ തകർന്നല്ലോ, ഇനി ഞാൻ ഗതി പിടിക്കില്ല, ഇനി ഞാൻ നന്മ പ്രാപിക്കില്ല എന്ന് സ്വയം പറഞ്ഞ് പ്രാഗി ജീവിതത്തെ ശപിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മുടെ സൊസൈറ്റിയിൽ കാണാം. ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും താങ്കൾ. ചില പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും വേദനകളുടെയും നടുവിൽ പ്രതീക്ഷിച്ചത് പോണക്കൊരു വിടുതൽ, ഒരു നന്മ കാണാൻ കഴിയാതെ എവിടെയോ പരാജയം സംഭവിച്ച് എവിടെയോ നിരാശപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. കഴിഞ്ഞ ദിവസം കൂടെ ചിന്തിച്ചില്ലേ, എന്തിനാണ് ജീവിക്കുന്നത്? മരിച്ചാൽ മതിയായിരുന്നു. കൂടെ ജനിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, കൂടെ പഠിച്ചവരൊക്കെ രക്ഷപ്പെട്ടു, കൂടെ ഇറങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടു, കൂടെ ശുശ്രൂഷയിൽ തുടക്കം കുറിച്ചവരൊക്കെ നല്ല നിലയിൽ വന്നു. ഞാൻ ഇന്നും ഈ പട്ടണത്തിൽ, ഈ ഗ്രാമത്തിൽ, ഈ വീട്ടിൽ, ഈ പള്ളിയിൽ, ഈ ജോലി സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണ്. നട്ടപ്പോ ഒരു കൊട്ട, പറിച്ചപ്പോ ഒരു കൊട്ട, ഒരു കൊട്ട പോലും മീതി എടുക്കാൻ കഴിയാതെ ശൂന്യതയുടെ നടുവിൽ എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയാതെ എവിടെയോ തകർച്ച അനുഭവിക്കുന്ന ജീവിതവുമായി മുമ്പോട്ട് മണിക്കൂറുകൾ തള്ളി നീക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നു. നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ യേശുവിൽ മനസ്സുറയ്ക്ക്. നിങ്ങൾ പലതിനെ ചൊല്ലി വിചാരപ്പെടാതെ. യേശു ഒരിക്കൽ മാർത്തയോട് പറഞ്ഞില്ലേ, മാർത്തേ നീ പലതിനെ ചൊല്ലി എന്തിനാണ് വിചാരപ്പെടുന്നത്? നീ വിചാരപ്പെടുന്ന വിഷയം പലതിനെ ചൊല്ലി, നാളെയെ ചൊല്ലി, എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ കല്യാണം കഴിപ്പിച്ചയക്കും, എങ്ങനെ കിടന്നുറങ്ങും. പ്രിയരെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ അല്പായുസ്സിൽ നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് ഇട്ട് നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തന്നെ നശിപ്പിക്കാതെ, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തന്നെ നശിപ്പിക്കാതെ, നിങ്ങൾ അധികം ഭാരമുള്ളത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാം. യേശു കർത്താവ് തന്നെ പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവേ. യേശു പറഞ്ഞ വാക്ക് എത്ര ഇമ്പമാർന്നതും എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ്. അധ്വാനിക്കുന്നവരാ, ഭാരം ചുമക്കുന്നവരാ. നിങ്ങൾ അധ്വാനിച്ചിട്ടും നിങ്ങളിങ്ങനെ ഭാരം ചുമന്ന് നടന്നിട്ടും നിങ്ങളുടെ ഹാർട്ടിനകത്ത് വേദന വരികയല്ലാതെ, നിങ്ങളുടെ BP കൂടുകയല്ലാതെ, നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങളുടെ ഷുഗറും വർദ്ധിച്ച് നിങ്ങളൊരു പടുതിയാകുക അല്ലാതെ
ഒരു മാറ്റവും വ്യത്യാസവും കാണാൻ കഴിയാതെ ഈ ഭൂപരപ്പിലിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ നോക്കി എൻ്റെ മാതാപിതാക്കളോടും എൻ്റെ സഹോദരനോടും പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങളുടെ ഭാരം മനുഷ്യന്റെ മുമ്പിൽ വെക്കാതെ, ആ വിഷയത്തിൽ നിങ്ങൾ കലങ്ങി മറിഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് വെച്ച് കൊടുക്കുക. കർത്താവിൻ്റെ കയ്യിലൊന്ന് വെച്ച് കൊടുക്കുക. കർത്താവ് ആ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കും. ഇന്ന് രാവിലെ നിങ്ങളുടെ ഭാരം അറിയുന്ന, നിങ്ങളുടെ വേദന അറിയുന്ന, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന, നിങ്ങളുടെ സാഹചര്യം അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ ജനിപ്പിച്ച അപ്പനോ ജന്മം തന്ന അമ്മയ്ക്കോ നിന്റെ കാര്യം അറിഞ്ഞില്ലെന്ന് വരാം. ഒരുപക്ഷെ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഒരുപക്ഷെ നിനക്ക് സാമ്പത്തികമായി ഒത്തിരി കുറവും നഷ്ടവും ക്ലേശവും വരുന്നത് കൊണ്ട് പ്രസവിച്ചവർ പോലും നിന്നെ തള്ളിപ്പറഞ്ഞു കാണും. ഇങ്ങനൊരു മകനില്ല, ഇങ്ങനൊരു മകളില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തി കാണും. ഒരുപക്ഷെ നിനക്ക് ലഭിക്കേണ്ട നന്മകളെല്ലാം നിന്റെ കയ്യിൽ വരാതെ മുടങ്ങിപ്പോയി കാണും. എന്നാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, നിന്റെ ഭാരം അറിയുന്ന ഒരു ദൈവം, നിന്റെ വേദന അറിയുന്ന ഒരു ദൈവം, നിന്റെ അധ്വാനം അറിയുന്ന ഒരു ദൈവം, നിന്റെ ക്ലേശം അറിയുന്നൊരു ദൈവം, അത് മറ്റാരുമല്ല, സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുക്കൽ നിങ്ങൾ വരുവീൻ. എങ്ങനെ? ആരാ വരണ്ടേ? അധ്വാനിക്കുന്നവർ വരണം, ഭാരം ചുമക്കുന്നവർ വരണം. നിങ്ങൾ പലരും പറയാറില്ലേ, ഞാൻ ഇത്രയും കിടന്ന് അധ്വാനിക്കുന്നു, നന്നാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, സന്ധ്യയാകുന്ന ഈ സമയത്തോ അർദ്ധരാത്രിയിലോ വീട്ടിൽ കയറി വരുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ, എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കടം വാങ്ങിച്ച് ജീവിക്കേണ്ട അവസ്ഥയാ. എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല, നാളെ എന്തായിത്തീരും അറിയത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിത്തീരും അറിയത്തില്ല. ഞാൻ അധ്വാനിക്കാഞ്ഞിട്ടല്ല, എനിക്ക് ജോലി ഇല്ലാഞ്ഞിട്ടല്ല. ചില നാളുകൾക്ക് മുമ്പ് കൊട്ടാരക്കരയിൽ നിന്നും കരിക്കമെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നു. ആ ഫാമിലി വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ആ ഫാമിലി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എൻ്റെ ഭർത്താവിന് ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്, ഇന്ന് ഞങ്ങൾക്ക് ലീവാ, അതുകൊണ്ട് പല പ്രാവശ്യം ദൈവദാസന്റെ അടുക്കൽ വരണമെന്നും ഒന്ന് പ്രാർത്ഥിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജോലി സംബന്ധമായിട്ട് വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾക്ക് ഉള്ള വിഷയം, ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികം നിൽക്കുന്നില്ല, പണം നിൽക്കുന്നില്ല. ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് വരുമാനം ഇല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരുമാനമുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഓരോ മാസത്തിന്റെ എൻഡിലേക്ക് വരുമ്പോൾ ഭീമമായ ദാരിദ്ര്യം, കടം, നിരാശ ഞങ്ങളെ ഭരിക്കുകയാണ്. ഇന്ന് രാവിലെ ആത്മാവി പറയാം, അധ്വാനിച്ചിട്ട് രക്ഷപ്പെടാൻ കഴിയാതെ, അധ്വാനിച്ചിട്ട് നേട്ടമുണ്ടാകാൻ കഴിയാതെ, ഒരു നീക്കിവാക്കി ഉണ്ടാകാൻ കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറയുകയാണ്, നീ ശക്തിപ്പെടാൻ ശക്തനാകുന്നവൻ മുഖാന്തരം നിനക്ക് സകലതും നൽകാൻ എൻ്റെ ദൈവം മതിയായവനാ. അങ്ങനാണെങ്കിൽ എവിടെയോ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണോ നിങ്ങൾ? സാമ്പത്തിക വിഷയത്തിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, കുടുംബ ജീവിതത്തിൽ എവിടെയോ ഫ്ലോപ്പ് ആയതുപോലെ ഒന്ന് കരകയറി ഒരു ഗ്രോത്ത് ഉണ്ടാകാൻ കഴിയാതെ, ഉയർച്ച ഉണ്ടാകാൻ കഴിയാതെ വേദനിക്കുന്ന, നിരാശപ്പെടുന്ന, കരയുന്ന, തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, യേശു നിങ്ങളെ വിളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്ഷീണം മാറണമെങ്കിൽ, നിങ്ങളുടെ പ്രയാസം മാറണമെങ്കിൽ നിങ്ങൾ എവിടെ വരണം? യേശുവിൽ വരണം. യേശു നിങ്ങളെ വിളിക്കുന്നു, യേശു നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ മടങ്ങി വരവിന് വേണ്ടി, യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ ചെല്ലുന്നതിന് വേണ്ടി, ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി വീടിൻ്റെ ഉമ്മരപ്പടിയിൽ കാത്തിരിക്കുന്നതിനേക്കാൾ ഒരു കാത്തിരിപ്പ് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. എന്തിന്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ. ഈ വിളി കേട്ട പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഈ ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, എന്നെ എത്ര പ്രതിസന്ധി കൂടെ, പ്രയാസത്തിൽ കൂടെ, ഞെരുക്കത്തിൽ കൂടെ, സാമ്പത്തിക ഞെരുക്കത്തിൽ കൂടെ എന്നെ കടത്തി വിട്ടാലും എന്നെ ശക്തനാക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ കൈക്ക് പിടിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്, എന്നെ ചേർത്ത് നിർത്തുന്നൊരു ദൈവം എനിക്കുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ സകലത്തിലും മതിയായവൻ. അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നാം ഒരു സ്ഥലത്തും പരാജയപ്പെടത്തില്ല, ഒരു സ്ഥലത്തും നമ്മൾ തോറ്റുപോകുകയില്ല.
അവൻ പച്ചത്താടിയെല്ലുകൊണ്ട് കുന്നൊന്നെ കുന്ന് രണ്ട് എന്ന് പറഞ്ഞ് സകലതിനെയും നശിപ്പിച്ച് കർത്താവിന്റെ ദാസൻ ജയിച്ചതുപോലെ ഇന്ന് രാവിലെ തോട്ടിക്കിടന്ന 2 കല്ല് എടുത്തിട്ട് ഒരു കല്ല് കവണയിൽ വെച്ച് ശത്രുവിന്റെ തിരുനെറ്റി നോക്കി എറിഞ്ഞ് അവനെ താഴെയിട്ട് ശത്രുവിന്റെ അരയിൽ കിടന്ന വാളെടുത്ത് തല വെട്ടിക്കളഞ്ഞ ദാവീദിന്റെ മേൽ പകർന്നൊരു അഭിഷേകം, ഗിദയോന്റെ മേൽ പകർന്നൊരു അഭിഷേകം, ശിംശോന്റെ മേൽ പകർന്നൊരു അഭിഷേകം ഇന്ന് രാവിലെ നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവി പൗലോസ് പറഞ്ഞതുപോലെ പറയുക, ഞാൻ ശക്തനാണ്, ഞാൻ മുടിയയില്ല, ഞാൻ തകർന്നു പോകില്ല. എൻ്റെ കൂടെ ചേർന്ന് പറ, ഞാൻ മുടികയില്ല, ഞാൻ തകർന്നു പോകുകയില്ല. പറഞ്ഞാട്ടെ, ഞാൻ മുടികയില്ല, ഞാൻ തകർന്നു പോകുകയില്ല. എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. യേശു എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, യേശു എൻ്റെ അകത്തിരിക്കുന്നിടത്തോളം കാലം എൻ്റെ ഈ പ്രതിസന്ധിക്ക് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ചിലപ്പോൾ എൻ്റെ റിയാക്ഷൻ അടിച്ചെന്നിരിക്കാം, പക്ഷേ എൻ്റെ പ്രാണനെ തൊടാൻ, എന്നെ നശിപ്പിക്കാൻ, എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ഈ പൈശാചിക മണ്ഡലത്തിന് കഴിയുകയില്ല. കാരണം എൻ്റെ അകത്തിരിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാ, സാത്താനെ ജയിച്ചവനാ, ശാപത്തെ ജയിച്ചവനാ, രോഗത്തെ ജയിച്ചവനാ. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആത്മനിറവിൽ ഞാൻ ദൂത് കൈമാറുകയാ, ശക്തനാക്കുന്ന ദൈവം നിന്റെ അകത്തുണ്ട്. നീ ബലപ്പെടും, ശക്തിപ്പെടും, ധൈര്യമായിട്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കട്ടെ, അടുത്ത ദിവസം ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ശക്തനാക്കുന്ന ദൈവ നിമിത്തം ഞങ്ങൾ ബലപ്പെട്ടിരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം. ഇന്ന് രാവിലെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് പറഞ്ഞല്ലോ, ഞങ്ങൾ ക്ഷീണിക്കില്ലെന്ന്. കർത്താവ് ഞങ്ങളെ വിളിക്കുന്നു എന്ന്. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീനെന്ന് പറഞ്ഞ യേശു അപ്പ, അങ്ങയുടെ അടുക്കൽ ഞങ്ങളുടെ ഭാരവുമായി, ഞങ്ങളുടെ വേദനയുമായി ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്തണേ, ഞങ്ങളെ ശക്തീകരിക്കണേ, ഞങ്ങളെ കൃപയിൽ നിർത്തണേ അപ്പ. അപ്പച്ചൻ്റെ കയ്യിൽ തരുന്നു. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വേദന മാറ്റണം, കഷ്ടത മാറ്റണം, കണ്ണുനീര് മാറ്റണം, ദൈവപദ്ധതി വെളിപ്പെടുത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.